ഫുട്ബോളിൽ ഒരു പ്രവചനം അസാധ്യമാണ്. അപ്പോൾ ആ ഒരു ആകാംക്ഷ ഇന്നത്തെ കളിയിലുമുണ്ട്. അർജന്റീന ആരാധകരൊക്കെ ജയിക്കുമെന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിൽ ആ ഒരു പേടിയുണ്ട്. കാരണം ഇതിനു മുമ്പൊന്നും ശക്തരായ എതിരാളികളെ അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ഇന്നാണ്, അതായത് സെമി ഫൈനലിലാണ് ഒടുവിൽ ഈ ഒരു വേൾഡ് കപ്പിൽ തന്നെ ഒരു സാമാന്യം നല്ല റാങ്കിംഗ് ഉള്ള അല്ലെങ്കിൽ നല്ല ഒരു പെർഫോമൻസ് കളിക്കുന്ന ടീമിനെ നേരിടേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. ഇംഗ്ലണ്ടാണ് എതിരാളികൾ. ഇവിടെ ഇപ്പോൾ ഇംഗ്ലണ്ടിനും ഫാൻസ് ഉണ്ട്. ഇപ്പോൾ നിലവിലൊരു അർജന്റീന ആരാധകൻ തന്നെയുണ്ട്, ഇംഗ്ലണ്ട് ആരാധകൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ നിങ്ങളുടെ ഇന്നത്തെ പ്രതീക്ഷ? ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനില്ല. ഞങ്ങൾ ഇന്ന് 2 ഗോൾ ജയിക്കും, ഉറപ്പാണ്. കോൺഫിഡന്റ് ഞങ്ങൾക്ക് ടെൻഷനൊന്നും ഇല്ല. പക്ഷെ ടെൻഷനുള്ള ആയിരിക്കാന്നറിയോ? ബ്രസീലായിരിക്കാം. അവർക്ക് ഭയങ്കര ടെൻഷനാ. എംബാപ്പയും കൂടി പോയപ്പോ ഇന്നൊരു ഗോളും കൂടി അടിക്കും മെസ്സിമോൻ അടിക്കുമ്പോ ഗോൾഡൻ ബൂട്ടായിരിക്കായി മെസ്സിമോനായി. മനസ്സിലായി? നമ്മുടെ DRK പറഞ്ഞ പോലെ മെസ്സിമോൻ നമ്മുടെ മുത്താണ് പറഞ്ഞു. അത്രേ ഉള്ളൂ നമുക്ക്. ഈ കഴിഞ്ഞ 3 നിങ്ങൾ ടെൻഷൻ ഇല്ലാന്ന് പറഞ്ഞാലും കഴിഞ്ഞ 3 കളിയിൽ എന്തായിരുന്നു അവസ്ഥ? ഈ കളി കഴിയുമ്പോഴത്തേനും എന്താ? ടെൻഷനില്ല, കൂളായിരുന്നു. വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കമ്മിറ്റി ടീമാന്നല്ലേ പറഞ്ഞേ. കഴിഞ്ഞ കളിയൊക്കെ അറിയാല്ല, നെല്ലംപരിശയായിപ്പോ ഇങ്ങനെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ. എന്താ വെച്ചാൽ ഈ നമ്മുടെ കറുകപ്പള്ളി പ്രദേശ് DRKയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വലിയൊരു സ്ക്രീനൊക്കെ വെച്ചാണ് നമ്മളിവിടെ നടത്തുന്നത്. എല്ലാ വേൾഡ് കപ്പും നടത്താറുണ്ട്. നമ്മൾ ഈ കളി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ത്യൻ ഗോൾ കീപ്പർ നമ്മുടെ ഫിറോസ് ഷെരീഫ് വരെയും ഈ കറുകപ്പള്ളിയിലെ നാട്ടിലുള്ളതാണ്. ഞങ്ങൾ കഴിഞ്ഞ ഈ അർജന്റീനയുടെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കളി നമുക്ക് തന്നെ അറിയാം. നമുക്ക് മെസ്സിനെ ഇഷ്ടമാണെങ്കിൽ പോലും മെസ്സിയുടെ കളിയും ആ അർജന്റീനയുടെ കളി അത്ര പോരാ എന്നാണ് പറയുള്ളൂ. ഈ പ്രാവശ്യം ഇംഗ്ലണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ്. ഇനി ഇത് ആ കഴിഞ്ഞ കളിയും വെച്ച് വന്നു കഴിഞ്ഞാൽ ഇമാര് അടിച്ച് കളിക്ക് പോകും. ഞാനില്ല, ഞാൻ ബ്രസീൽ ആരാധകരൊക്കെ ഇത്തവണ ഇംഗ്ലണ്ട് ഒപ്പം എത്തിയിട്ടുണ്ട്. നേരത്തെ പോർച്ചുഗൽ ഉണ്ടായിരുന്നു. അങ്ങനെ പല ടീമുകളും വന്നപ്പോൾ ഒടുവിൽ ഇംഗ്ലണ്ട് ആരാധകരും അല്ലെ ബ്രസീൽ ആരാധകരും ഇംഗ്ലണ്ട് ആരൊപ്പം എത്തിയിട്ടത് ഇംഗ്ലണ്ട് ആരാധകരാണ്. പക്ഷെ ഇപ്പൊ എന്റെ പേടി ഈ ലോകത്തുള്ള എല്ലാ പോർച്ചുഗലുകാരും എല്ലാ ബ്രസീലുകാരും ബ്രസീൽ ആരാധകരോട് കണ്ണീരുണ്ട് ഒന്ന് തുടച്ചേക്കാൻ പറ. കണ്ണീരൊക്കെ തുടച്ചിട്ടാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഇംഗ്ലണ്ട് ആരാധകൻ പറഞ്ഞതാണ്, അതായത് അദ്ദേഹം ഇംഗ്ലണ്ട് ആരാധകരാണ്. ഇതുവരെ അദ്ദേഹത്തിന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ബ്രസീൽ ആരാധകരും അതുപോലെ തന്നെ മറ്റു തോറ്റ പോർച്ചുഗൽ ആരാധകരൊക്കെ ഇപ്പോൾ ഇംഗ്ലണ്ടിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അത് മാത്രമാണ് ഒരു പേടിയുള്ളതെന്നാണ് ഇംഗ്ലണ്ട് ആരാധകൻ തന്നെ പറയുന്നത്. ഏതായാലും ഒരു അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ ഇതിനു മുമ്പ് ഒരു 5 മത്സരങ്ങൾ ലോകകപ്പിൽ തന്നെ നടന്നിട്ടുണ്ട്. അതിൽ ചെറിയൊരു അഡ്വാൻറ്റേജ് ഇംഗ്ലണ്ടിനുണ്ട്. പക്ഷേ ഫുട്ബോളാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രവചനവും ഇല്ല. ഇപ്പോൾ സ്പെയിൻ ഫ്രാൻസ് കളിച്ച കഴിഞ്ഞ കളികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആധികാരികമായിട്ടുള്ള വലിയ ജയങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ശരിയാണ്, അത് ഇന്നത്തെ കളിയോടുകൂടി ഇതെന്താണ് സംഭവിക്കുക എന്ന് ഇന്നത്തെ മത്സരവും നമ്മൾ ആ മത്സരം മുഴുവൻ കണ്ടു തീർന്നാലേ പറയാൻ കഴിയും. എന്തായാലും ആവേശകരമായ മത്സരമാകട്ടെ. പിന്നെ സൗഹാർദ്ദത്തിന്റെ രസകരമായ ഇങ്ങനത്തെ ഒരു ചെറിയ ഒരു സ്പിരിറ്റൊക്കെ ഉണ്ടെങ്കിലാണ് മത്സരം കാണുമ്പോഴും, അല്ലെങ്കിൽ ആരും ജയിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഫുട്ബോൾ കണ്ടാൽ ഒരു രസം ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു ടീം കിട്ടണമെന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കുമ്പോൾ നമുക്കൊരു ത്രില്ലുണ്ടാവും. ആ നിമിഷം നമ്മളും വളരെയധികം ആസ്വദിക്കും.